ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ചായ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം മാത്രമേ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. 2 ചേരുവകൾ മാത്രം മതി ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ 1 മാസം വരെ കേടുകൂടാതിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല കുശാലായിട്ട് കുറച്ച് കഴിക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. അവധിക്കാലത്ത് ഇടനേരങ്ങളിലും കുട്ടികൾക്ക് ഇത് സ്നാക്കായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. ബേക്കറികളിൽ പോയി നമുക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർക്കുക. റവയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് വറുക്കാനുള്ള എണ്ണയും മാത്രം മതി. വറുക്കാത്ത റവയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് റവ ഒന്ന് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം, അതാണ് കറക്റ്റായിട്ടുള്ള അളവ്. ഇനി മിക്സിയുടെ ജാർ അടച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ റവയും വെള്ളവും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒഴുകുന്ന പരുവത്തിലായിരിക്കണം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം, അതാണ് കറക്റ്റായിട്ടുള്ള അളവ്. ഈ അരച്ച ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അച്ചപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തോരം സമയം എടുക്കും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ അടപ്പ് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്യാനുള്ള പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാവും. അപ്പോൾ സമയം വളരെ ലാഭിക്കാം. ഇപ്പോൾ കുപ്പിയിലേക്ക് ആക്കിയ ബാറ്റർ നമുക്കിനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ബാറ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇവിടെ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കുകയാണ്. ഇനി മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബാറ്റർ ചുറ്റിച്ചൊഴിച്ച് കൊടുത്തത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം ഫ്രൈ ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അത് മനസ്സിലാകും. വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എളുപ്പമാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളുടെ ആദ്യത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ അടുത്ത സ്നാക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇത് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയ സ്നാക്കാണ്. നമ്മുടെ ബാറ്റർ എല്ലാം തീർന്നു. 1 കപ്പ് റവ കൊണ്ട് ഒരു പാത്രം നിറയെ സ്നാക്ക് കിട്ടി. അപ്പോൾ 2-3 കപ്പ് റവ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു തകരത്തിൽ ഇട്ട് വെച്ചാൽ 1 മാസത്തേക്ക് കുട്ടികൾക്ക് കഴിക്കാനുണ്ടാകും. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ വെക്കേഷൻ അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.